ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ വർഗോന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ വർഗോ, നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ മെസ്സേജസ് എന്ന് നോക്കാം. നമ്മൾ ആദ്യം നിങ്ങളുടെ ഫീലിങ്സ് ആണ് നോക്കാൻ പോണത്, നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആൻഡ് എൻഡിൽ ഈ പേഴ്സണിൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ആൻഡ് ഔട്ട്കം നോക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അത് ശ്രദ്ധിക്കണം. ഇതൊരു പേഴ്സണൽ റീഡിംഗ് അല്ല. അപ്പോൾ എല്ലാ മെസ്സേജസ് നിങ്ങൾ എല്ലാവർക്കും റെസൊനേറ്റ് ആവണം എന്ന് കമ്പൽസറി അല്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറ്, റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. എല്ലാം എക്സാക്ട്ലി നിങ്ങളുടെ ലൈഫിലാവണ മാതിരി കാർഡ്സ് ചിലപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യില്ല. അങ്ങനത്തെ കാർഡ്സ് ചിലപ്പോൾ പുറത്ത് വരില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യുക. പ്രൈവറ്റ് റീഡിംഗ് ആകുമ്പോൾ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്. അപ്പോൾ അവിടെ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. അപ്പോൾ വർഗോ, നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 3 of Pentacles ആണ് ഫസ്റ്റ് കാർഡ്. High Priestess, Strength, and Wheel. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് 6 of Wands, Knight of Cups, King of Pentacles, Six of Swords. നിങ്ങളുടെ ഓവറോൾ എനർജി Ace of Pentacles ആണ്. ഈ പേഴ്സണിൻ്റെ ഓവറോൾ എനർജി ജഡ്ജ്മെൻറ്റ്. അപ്പോൾ വർഗോ, ഞാനിവിടെ കാണുന്നത് Ace of Pentacles ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇതൊരു ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്, ഒരു സ്റ്റേബിൾ ന്യൂ ഓഫറുടെ എനർജിയാണ്. ഈതർ നിങ്ങൾക്ക് ഈ പേഴ്സണ് ഒരു ന്യൂ ബിഗിനിങ് ഓഫർ ചെയ്യണം എന്നുണ്ടാവും, ഓർ എൽസ് ആ പേഴ്സൺ നിങ്ങൾക്ക് ഒരു ന്യൂ ഓഫറോ ഇല്ലാച്ച ഒരു പ്രപ്പോസൽ തന്നിട്ടുണ്ടാവും. ഇതുവരെ ഇതായിട്ടില്ലാച്ച മേ ബി അത് ഫ്യൂച്ചറിലുണ്ടാവും. ഇപ്പോൾ ഈ പേഴ്സണിൻ്റെ എനർജി ജഡ്ജ്മെൻ്റ് ആണ്. അപ്പോൾ ഇതൊരു പാസ്റ്റ് എനർജിയാണ് എനിക്ക് തോന്നുന്നു. ഈ പേഴ്സൺ എന്തോ ഒരു എൻഡിങ് കഴിഞ്ഞിട്ടൊരു പുറത്ത് വരണ എനർജിയിലാണ്. അവരുടെ ലൈഫിൽ എന്തോ എൻഡായിട്ടൊരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് ഈ പേഴ്സൺ ചെല്ലണത്. അപ്പോൾ ഇത് മേ ബി നിങ്ങളുടെ കൂടെ ആയിരിക്കാം ഒരു എൻഡിങ് ആയിട്ടൊരു പുതിയ ബിഗിനിങ് ഉണ്ടാവുക, ഓർ എൽസ് അവരുടെ ലൈഫിൽ പാസ്റ്റിൽ എന്തോ എൻഡായിട്ട് ഇപ്പോൾ അവർ നിങ്ങളുടെ കൂടെ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്കായിരിക്കും അവർ ചെല്ലുണ്ടാവുക, അതിലായിരിക്കും അവർ പോവുണ്ടാവുക. അപ്പോൾ 3 of Pentacles നിങ്ങളുടെ ഫസ്റ്റ് കാർഡാണ്. അപ്പോൾ 3 of Pentacles ഒരു മ്യൂച്വൽ എനർജി ഇടണ, എഫേർട്ട് ഇടണ എനർജിയാണ്. മേ ബി നിങ്ങൾ രണ്ടാളും വർക്കിൻ്റെ ത്രൂ ആയിരിക്കും മീറ്റ് ചെയ്തിട്ടുണ്ടാവുക, കമ്മ്യൂണിറ്റിയുടെ ത്രൂ ആയിരിക്കും മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ ഒരു കൊലാബറേറ്റീവ് എനർജിയാണ് ഞാൻ കാണുന്നത്. ഈ പേഴ്സൻ്റെ എനർജിയിൽ 6 of Wands ആണ്. അപ്പോൾ ഈ പേഴ്സൺ കുറേ പോപ്പുലർ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. അവരുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, കുറേ കരിയറിലും അവർ നല്ലതായി പെർഫോം ചെയ്യുന്നുണ്ടാവും. കുറേ ആൾക്കാർ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, കുറേ ആൾക്കാർ ഈ പേഴ്സണെ അഡ്മയർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ സീക്രട്ട് ലവ് ആണ് ഞാൻ കാണുന്നത്, സീക്രട്ട് ഫീലിങ്സ്. നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണെ അവരോട് നിങ്ങളുടെ ഓപ്പണായി ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല ഇതുവരെ. അപ്പോൾ ഇത് നിങ്ങളൊരു സീക്രട്ട് ആയിട്ടാണ് വെക്കണത്. പൈസീസ് എനർജിയാണ് ഹൈ പ്രീസ്റ്റസ്. ഈ പേഴ്സൺ, അവർക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്ര തന്നെ സെയിം ഫീലിങ്സ് ഉണ്ട്. പക്ഷേ അവർ എക്സ്പ്രസ് ചെയ്യാൻ റെഡിയാണ്. അവർ കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് നിങ്ങളോട് സംസാരിക്കാൻ വരുന്നുണ്ട്. പക്ഷെ അഗൈൻ എനിക്ക് തോന്നുന്നത് ഇതൊരു ഫ്യൂച്ചർ എനർജിയാണ്. ഇത് മേ ബി ഇതുവരെ ആയിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഇവനെ ഒരു ബോൾഡായിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ ശ്രമിക്കും. മെയ് മാസത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്തിനെയാണ് ടാപ്പ് ചെയ്യണത്, ലിയോ എനർജി. നിങ്ങൾക്ക് ഈ പേഴ്സണോട് നിങ്ങളുടെ ഫീലിങ്സ് ഓപ്പൺ ആയിട്ട് തുറന്നിട്ട് സംസാരിക്കണം എന്നുണ്ട്.
പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ട്രെങ്ത് ഇല്ല, ആ ഗട്ട്സ് കുറച്ച് മിസ്സിങ് ആണ്, കറേജ് മിസ്സിങ് ആണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ആണ് ചെയ്യണം. നിങ്ങൾ മെന്റലി നിങ്ങളുടെ എനർജി പ്രിപ്പയർ ചെയ്യണു. നിങ്ങൾ ഈ പേഴ്സൺ എങ്ങനെയാണ് ഇതൊക്കെ പറയണ്ടേന്ന് പ്ലാൻ ആണ് ചെയ്യണത്. ഈ പേഴ്സന്റെ എനർജിയിൽ കിങ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്, ടോറസ് എനർജി. ഈ പേഴ്സൺ അഗൈൻ എനിക്ക് തോന്നുന്നത് നിങ്ങൾ രണ്ടാളും വർക്കിന്റെ ത്രൂ ആയിരിക്കും മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഈ പേഴ്സൺ കുറെ ഒരു സ്റ്റേബിൾ എനർജിയാണ്, കുറെ ഒരു കാഷ്വൽ അപ്രോച്ച് അല്ല ഇവരുടെ ലവിന്റെ കാര്യത്തിൽ. അവർ കുറെ സീരിയസ് ആണ്. ഒരു റിലേഷൻഷിപ്പിൽ പോകുമ്പോഴും കുറെ മെച്ചോർ സീരിയസ് എനർജിയാണ് അവരുടെ. ദ വീൽ നിങ്ങൾ ശരിയായ സമയത്തിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. ഇതൊരു റീകൺസിലിയേഷൻ ആണ് വെച്ചാൽ നിങ്ങൾ ശരിയായ സമയമാകുമ്പോൾ ഈ പേഴ്സണെ ആദ്യം അപ്രോച്ച് ചെയ്യാൻ നോക്കും, റീകൺസൈൽ ചെയ്യാൻ നോക്കും. 6 of Swords ഈ പേഴ്സണും ട്രാവൽ ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്ത് വരണേ. അപ്പം മേ ബി അവർ കുറച്ച് ദൂരെ ആയിരിക്കും താമസിക്കുന്നുണ്ടാവുക. എന്തായാലും അവർ നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. ആൻഡ് വെരി സൂൺ അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ വരും. അപ്പൊ ഈ ഏസ് ഓഫ് പെന്റിക്കിൾസ് ഇവിടെ ഓവറോൾ എനർജി എന്താണ്? 9 of Wands ഉണ്ട് ഇവിടെ. അപ്പൊ 9 of Wands ഒരു പേടിയുടെ എനർജിയാണ്. നിങ്ങൾക്ക് ആക്ച്വലി ഒരു പേടിയുണ്ട്, എവിടെയോ ഈ പേഴ്സൺ റിജക്ട് ചെയ്തല്ലോ എന്ന് ഒരു പേടിയുണ്ട്. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഓപ്പൺ ആയിട്ട് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാത്തത്. ഈ ജഡ്ജ്മെന്റ് ഇവിടെ എന്താണ്? 7 of Swords ഉണ്ട് ഇവിടെ. അപ്പോ ഈ പേഴ്സണും ഈ റിലേഷൻഷിപ്പില് കുറെ ആയി നിങ്ങൾ രണ്ടാളും പറഞ്ഞ ഫീലിങ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ കുറെ ആയി നിങ്ങൾ രണ്ടാളും നിങ്ങളുടെ ഫീലിങ്സ് ഓപ്പൺ ആയി ഡിസ്കസ് ചെയ്യാത്തത്. അപ്പോൾ ഇവിടെ ഈ പേഴ്സൺ അവരുടെ ലൈഫിൽ എന്തോ ഒരു എൻഡിങ് ഉണ്ടായതുകൊണ്ട് അവര് ഈ റിലേഷൻഷിപ്പിനെ എവിടെയോ ഇഗ്നോർ ആയിരുന്നു ചെയ്യണ്ടായിന്, അവരുടെ ഫീലിങ്സിനെ ഇഗ്നോർ ആണ് ചെയ്യണ്ടായിന്. പക്ഷെ ഇപ്പോ അവർ റിയലൈസ് ചെയ്തു അവർക്ക് ഈ ഫീലിങ്സ് ഒക്കെ ഇപ്പോ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. 3 of Pentacles ഇവിടെ എന്താണ്? 8 of Wands. അപ്പൊ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നിങ്ങൾ രണ്ടാളും ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യും, മെസ്സേജ് ചെയ്യും. പക്ഷെ ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് ഒരു ആക്ഷനും ഇല്ല. ഓക്കെ, അവര് കുറെ സ്റ്റാഗ്നന്റ് സ്റ്റക്കായിരുന്നു. കുറെ സമയം വരെ അവരുടെ അടുത്തുനിന്ന് ഒരു എഫേർട്ടും നിങ്ങൾ കാണുന്നുണ്ടായില്ല. ഹൈ പ്രീസ്റ്റസ്, നിങ്ങൾ സീക്രട്ട്ലി ഈ പേഴ്സണെ ഡേറ്റ് ചെയ്യണം നിങ്ങൾക്കുണ്ട്, ആ ഫീലിങ്സ് ഉണ്ട്. പക്ഷെ നിങ്ങളും അങ്ങനെ ഈ പേഴ്സന്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് ഫീലിങ്സ് ഷെയർ ചെയ്തിട്ടില്ല. ഈ പേഴ്സൺ ആക്ച്വലി നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് അവർ നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ പറഞ്ഞാൽ അവർ കുറെ അട്രാക്റ്റഡ് ആണ് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ അവർ ഡെഫിനറ്റ്ലി ഫീലിങ്സ് വെക്കുന്നുണ്ട്. ആൻഡ് അവർ അത് കൺവേ ചെയ്യാനും വരും വെരി സൂൺ. അവർ ആ എഫേർട്ട് എടുക്കും. ഈ സ്ട്രെങ്ത് ലിയോ എനർജി ഇവിടെ എന്തുകൊണ്ടാണ്? 8 of Cups. നിങ്ങൾക്ക് പേടി എന്താ വെച്ചാൽ ഈ പേഴ്സൺ റിജക്ട് ചെയ്താൽ നിങ്ങൾക്ക് വാക്ക് അവേ ചെയ്യേണ്ടി വരും. ആ പേടി കാരണമാണ് നിങ്ങൾ ഇത് ഇത്രയും ഹോൾഡ് ബാക്ക് ചെയ്യണം. എന്നുവെച്ചാൽ ആ പേടിയുണ്ട്, ഈ പേഴ്സൺ അത് റിജക്ട് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ആ വറിയുണ്ട്. ഈ പേഴ്സൺ നിങ്ങളെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ജെമിനി എനർജി. ഈ വീൽ എന്താണ്? എംപറർ, ഏരീസ് എനർജി. ചില കേസസിൽ നിങ്ങൾ രണ്ടാളും ഞാൻ പറഞ്ഞ മാതിരി ഒരു സെയിം ഓഫീസിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് കലീഗ്സ് നിങ്ങളെ കുറിച്ച് കുറെ ഗോസിപ്പ് ചെയ്യുന്നുണ്ടാവും. ഓഫീസിൽ കുറെ ഗോസിപ്പ് ഉണ്ടാവും നിങ്ങളെ രണ്ടാളുടെയും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. 6 of Swords ഈ പേഴ്സന്റെ എനർജി. Queen of Swords ഈ പേഴ്സൺ ചില കേസസിൽ നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ ഒരു ഡിവോഴ്സ്ഡ് പേഴ്സണും ആയിരിക്കാം. മേ ബി അവരുടെ പാസ്റ്റിൽ ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മേ ബി അവരൊരു റിലേഷൻഷിപ്പിന് പുറത്ത് വന്നിട്ടേലൂ. പക്ഷെ അവർ ഡെഫിനറ്റ്ലി ആ എനർജിന്ന് പുറത്ത് വന്നിട്ട് അവർ സ്റ്റേബിൾ വാട്ടേഴ്സിന്റെ ഡയറക്ഷനിലേക്കാണ് പോണത്. അവർ നിങ്ങളുടെ അടുത്താണ് വരണത്. അപ്പൊ എന്തായിരിക്കും ഈ പേഴ്സന്റെ ഫ്യൂച്ചർ ആക്ഷൻ? നിങ്ങളുടെ ഡയറക്ഷനിൽ എന്താണ് ഫ്യൂച്ചർ ആക്ഷൻ ഉണ്ടാവുക? പേജ് സോത്. അപ്പൊ ഇവിടെ ഒരു സ്റ്റാർട്ട് ഞാൻ കാണുന്നു, ഒരു കോൺവെർസേഷൻ ഞാൻ കാണുന്നു. അവർ ഡെഫിനറ്റ്ലി നിങ്ങളുടെ മനസ്സറിയാൻ വേണ്ടിയിട്ട് നിങ്ങളോട് സംസാരിക്കാൻ നോക്കും, എന്താണ് മനസ്സിലാക്കാൻ നോക്കും, നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ. നിങ്ങൾ മുമ്പേയും നിങ്ങൾ രണ്ടാളും മീറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മേ ബി ഫ്രണ്ട്സ് ആയിരുന്നു, കുറെ കൊല്ലത്തിന്റെ ഫ്രണ്ട്സ് ആയിരിക്കാം, ഇത് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം.
പക്ഷെ അത് മുമ്പോട്ട് പോയില്ല. എന്നുവെച്ചാൽ അപ്പോഴേക്കും മേ ബി പേഴ്സൺ മാരിഡ് ആയി ഓർ എൽസ് അവരുടെ ലൈഫിൽ വേറെ ആരോ വന്നു. പക്ഷെ ഇപ്പോ അവർ ആദ്യം ഈ റിലേഷൻഷിപ്പിനെ റീസ്റ്റാർട്ട് ചെയ്യാനാണ് നോക്കുന്നത്. ആൻഡ് അവർ ആ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഔട്ട്കം ഈ റിലേഷൻഷിപ്പിന്റെ ഡെവിലാണ്, കാപ്രിക്കോൺ എനർജി. ഈ ഡെവിൽ എന്തുകൊണ്ടാണ് ഇവിടെ കാണുന്നത്? 7 ഓഫ് കപ്സ്. ഇവിടെ ഒരു പ്രോബ്ലം ഇല്ലു. അതെന്താ വെച്ചാൽ ഈ പേഴ്സന്റെ ലൈഫിലും കുറെ ഓപ്ഷൻസ് ഉണ്ട് ആൻഡ് നിങ്ങളും ഷുവർ അല്ല. അവരുടെ ഇവിടെ ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടാളും തുറന്നിട്ട് നിങ്ങളുടെ ഫീലിങ്സ് ഇതുവരെ പറയാത്തതുകൊണ്ട് ഇവിടെ കുറെ ഒരു കൺഫ്യൂഷൻ ഉള്ള എനർജിയാണ് ഞാൻ കാണുന്നത്. അത് മാത്രം ഇവിടെ ഒരു പ്രോബ്ലം ഏരിയ ഞാൻ കാണുന്നുള്ളൂ. അല്ലാണ്ട് ഇവിടെ ആക്ച്വലി കുറെ ഫീലിങ്സ് ഉണ്ട്. പക്ഷെ ചിലപ്പോൾ ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവാൻ വഴിയുണ്ട്. പക്ഷെ എന്തായാലും യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങളുടെ വിഷസ് ഒക്കെ ഫുൾഫിൽ ആവും. പക്ഷെ അതിന് വേണ്ടപ്പെട്ട ആക്ഷൻ നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. ഓപ്പണായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ക്ലിയർ ആയി നിങ്ങളുടെ ഫീലിങ്സ് പറയേണ്ടി വരും. അപ്പോഴേ ഈ സിറ്റുവേഷനിൽ ഒരു ക്ലാരിറ്റി വരുള്ളൂ. അപ്പോൾ വർഗോ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നു. ജെമിനായി ഉണ്ട്, എക്വേരിയസ് ഉണ്ട്, ടോറസ് ഉണ്ട്, കാപ്രിക്കോൺ ഉണ്ട്. അപ്പോൾ ടോറസ്, വർഗോ, കാപ്രിക്കോൺ, അക്വേരിയസ്, ലീബ്ര, ജെമിനായി ഇത് മെയിൻ സൈൻസ് ആണ്. ഇവിടെ ഏരീസ് ആൻഡ് ലിയോ അതും ഉണ്ട്. അപ്പോൾ മിക്കവാറും ഓൾ സൈൻസ് ഇവിടെ ഞാൻ കാണുന്നു. അപ്പോൾ സൈൻസിൽ അത്ര ഫോക്കസ് ചെയ്യരുത്. ഇത് ഏതും സൈൻ ആവാം. പക്ഷെ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. സ്റ്റോറി റെസൊനേറ്റ് ആയാൽ അത് മതി. സൈൻസ് മാച്ച് ആവണം എന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽ ആയി റീഡിങ് വേണം വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഒരു പ്രൈവറ്റ് റീഡിങ് ബുക്ക് ചെയ്യുക. പ്രൈവറ്റ് റീഡിങ്ങിൽ നിങ്ങളുടെ എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ആൻഡ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് ഒരു ചാറ്റ് ഐക്കൺ ഉണ്ട് വാട്സാപ്പിൻ്റെ, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ്റെ കൂടെ ഞാൻ അവിടെ നിങ്ങൾക്ക് എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യും. വേഗം ബുക്ക് ചെയ്യുക. അത്ര സ്ലോട്ട്സ് ഇല്ല ബാക്കി. അപ്പോൾ വേഗം ബുക്കിംഗ് നടക്കുക, ബുക്കിംഗ് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ബട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.